Hi all, welcome back to Learning Now. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ കണ്ട ഇലക്ട്രോളിസിസ് അതുപോലെ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിൻ്റെ MCQs ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. Question number 1. What is the mathematical form of Faraday's first laws of electrolysis? നമുക്കറിയാം ഫാരഡേക്ക് എന്താണ് രണ്ട് ലോസ് ഉണ്ട് അല്ലേ, അതായത് ഫസ്റ്റ് ലോയും ഉണ്ട് അതുപോലെ തന്നെ എന്താണ് സെക്കൻഡ് ലോയും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലോയുടെ നമ്മുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് എന്താണ്, ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസിൻ്റെ മാത്തമെറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഓപ്ഷൻ എ എം ഈക്വൽ ടു ഇസഡ് ക്യൂ, ഓപ്ഷൻ ബി എം ഈക്വൽ ടു ഇസഡ് ബൈ ക്യൂ, ഓപ്ഷൻ സി ഇസഡ് ഈക്വൽ ടു ക്യൂ ബൈ എം, ഓപ്ഷൻ ഡി എം ഈക്വൽ ടു മൈനസ് ഇസഡ് ബൈ ക്യൂ. അപ്പോൾ ഏതാണ് എക്സ്പ്രഷൻ? അപ്പോൾ നമുക്കറിയാം ഫാരഡേസ് ലോസിന് രണ്ട് ലോസ് ഉണ്ട്, നമ്മൾ പഠിച്ചു. ഫാരഡേസ് ഫസ്റ്റ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസും ഉണ്ട്, അതുപോലെ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസും ഉണ്ട് അല്ലേ. ഫസ്റ്റ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്, ദ മാസ് ഓഫ് ദ സബ്സ്റ്റൻസ് അല്ലേ എം ലിബറേറ്റഡ് അറ്റ് എനി ഇലക്ട്രോഡ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ദ quantity of electricity passed through the electrolyte, അതായത് M is directly proportion to I എന്നാണ് പറഞ്ഞത്. അതുപോലെ M is directly proportion to Q, ചാർജിന് പ്രൊപ്പോർഷണാലിറ്റി ആണ് നമ്മൾ ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. M is directly proportion to Q ആണ് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ M equal to എന്താണ്, ചാർജിന് എന്താണ് പ്രൊപ്പോർഷണാലിറ്റി ആകുമ്പോൾ ZIT ആണെന്ന് നമ്മൾ പഠിച്ചു. ഈ ഒരു എക്സ്പ്രഷൻ ഓർത്താൽ മതി കേട്ടോ. M ഈക്വൽ ടു ZIT ആണ്. അപ്പോൾ എന്താണ് M ഈക്വൽ ടു ZQ ആണ്. Z എന്ന് പറഞ്ഞാൽ എന്താണ്, കോൺസ്റ്റൻ്റ് ആണ്, അതായത് ഇലക്ട്രോ കെമിക്കൽ ഇക്വലൻ്റ് കോൺസ്റ്റൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് Z എന്ന വാല്യൂ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, അതുപോലെ തന്നെ നമുക്ക് ഫാരഡേസ് സെക്കൻഡ് ലോയും ഉണ്ട്. എന്താണ് പറഞ്ഞത്, M ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു എന്തിനാ, വെയിറ്റ്. ആ ഒരു ഇതിലാണ് നമ്മൾ എടുത്തത് അല്ലേ. അപ്പോൾ അതുകൂടി നമ്മൾ പഠിച്ചു പോകണം കേട്ടോ. Question number 2. The mass of an ion liberated at an electrode is directly proportional to the quantity of electricity the above statement is associated with. അതായത് എന്താണ് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്താണ്, the mass of an ion അല്ലേ m mass of an ion is liberated at an electrode is directly proportional to quantity of electricity തന്നെയാണ് പറയുന്നത്. അത് ഏതാണ്, എന്ത് സ്റ്റേറ്റ്മെന്റുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഓപ്ഷൻ എ ന്യൂട്ടൺസ് ലോ, ഓപ്ഷൻ ബി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക്, ഓപ്ഷൻ സി ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഓപ്ഷൻ ഡി ഗോസസ് ലോ. ഇതെന്ത് തന്നെയാണ് ഈ സ്റ്റേറ്റ്മെന്റ്, നമ്മുടെ ഫാരഡേ ഫസ്റ്റ് ലോ ആണ് അല്ലേ. അയൺ ലിബറേറ്റഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി. ഏതാണ്, ഫാരഡേസിന്റെ ഫസ്റ്റ് ലോ ആണ്. അപ്പോൾ എന്താണ്, ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോളിസിസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ രണ്ട് ലോ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ലോ എന്താണ് പറയുന്നത്, ഇഫ് ഇറ്റ് ഈസ് എ വൺ ഓഫ് ദ പ്രൈമറി ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്, ഇറ്റ് സ്റ്റേറ്റ് ഡ്യൂറിങ് ഇലക്ട്രോളിസിസ് ദ amount of chemical reaction which occur at any electrode under the influence of electrical energy is proportional to the quantity of electricity passing through the electrolyte അല്ലേ. സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്താണ് പറയുന്നത്, it states that if the same amount of electricity is passing through the different electrolytes, the mass of ions deposited at the electrolytes are directly proportional to the chemical equivalence എന്നാണ് പറയുന്നതാണ് രണ്ട് ലോ ഫാരഡേയുടെ അല്ലേ. അപ്പോൾ ഏതുമായിട്ടാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസുമായിട്ടാണ് അത് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. Question number 3. 1 Faraday equal to 1 Faraday എന്തിന് ഈക്വലൻ്റ് ആണ് ചോദിക്കാം കേട്ടോ. ഓപ്ഷൻ എ എന്താണ് 1 കൊളും, ഓപ്ഷൻ ബി 1000 കൊളും, ഓപ്ഷൻ സി 5000 കൊളും, ഓപ്ഷൻ ഡി 96500 കൊളും. അപ്പോൾ ഏതാണ്, ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ, അതായത് 96500 കൊളുമാണ്. അതായത് 1 ഫാരഡേ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 96500 കൊളുമാണ്. അത് ഇറ്റ് ഈസ് കാൽക്കുലേറ്റ് മാത്തമെറ്റിക്കലി ആൻഡ് ഇറ്റ് ഈസ് വൈഡ്ലി യൂസ്ഡ് ഇൻ എവരിവെയർ, എല്ലാവരും യൂസ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഈ ഒരു വാല്യൂ നന്നായി ഓർത്ത് വെക്കുക കേട്ടോ. അപ്പോൾ 1 ഫാരഡേ എന്ന് പറയുന്നത് എത്രയാണ്, 96500 കുളുംബാണെന്ന് ഓർത്ത് വെക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ നമ്പർ 4. അക്കോർഡിംഗ് ടു ഫാരഡേസ് ഫസ്റ്റ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ ഇലക്ട്രോലൈറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ക്വാണ്ടിറ്റി ഓഫ് ഡാഷ്.
എന്തിനെയാണ്? എഗെയിൻ റിപ്പീറ്റഡ് തന്നെയാണ്. നമ്മൾ 2 ലോ പഠിച്ചു കഴിഞ്ഞാൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് വീണ്ടും വീണ്ടും വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് പ്രകാരം എന്താണ് എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് എന്ന് പറയുന്നത് എന്തിന് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ആയിരിക്കും എന്നാണ്. ഓപ്ഷൻ എ വോൾട്ടേജ് ഡ്രോപ്പ്, ഓപ്ഷൻ ബി റെസിസ്റ്റൻസ്, ഓപ്ഷൻ സി ഇലക്ട്രിസിറ്റി പാസ്ഡ്, ഓപ്ഷൻ ഡി ടോളറൻസ്. എന്തിനായിരിക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിട്ട് വരുന്നത്? അത് ഇലക്ട്രിസിറ്റി, എത്ര കറന്റ് അല്ലെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ക്വാണ്ടിറ്റി ഓഫ് എന്തായിരിക്കും? ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസ്ഡ് ആയിരിക്കും. അതാണ് അക്കോർഡിംഗ് ടു ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ദ എമൗണ്ട് ഓഫ് എനി സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് അറ്റ് ദ ഇലക്ട്രോഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദ ക്വാണ്ടിറ്റി ഓഫ് എന്ത് തന്നെയാണ്? ഇലക്ട്രിസിറ്റി പാസ്ഡ് ആണ്. അത് ഏതാണ്? ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നിട്ടുള്ളത്. Question number 5. Faraday's laws of electrolysis are related to എന്തിനെയാണ് റിലേറ്റ് ചെയ്യുന്നത്? ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് റിലേറ്റ് ചെയ്യുന്നത് ഏതാണ്? ഓപ്ഷൻ എ ആറ്റോമിക് നമ്പർ ഓഫ് കാറ്റയോൺ, ഓപ്ഷൻ ബി ആറ്റോമിക് നമ്പർ ഓഫ് ആനിയോൺ, ഓപ്ഷൻ സി ഇക്വലന്റ് വെയിറ്റ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ്, ഓപ്ഷൻ ഡി സ്പീഡ് ഓഫ് ദ കാറ്റയോൺ. അപ്പോൾ നമുക്കറിയാം അല്ലേ എന്തിനെയാണ്? ഇക്വലന്റ് മാസ് ഓഫ് ദി ഇലക്ട്രോലൈറ്റിനെയാണ് അത് റിലേറ്റ് ചെയ്യുന്നത്. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് എന്തിനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളത്? ഇക്വലന്റ് മാസ് ഓഫ് ഇലക്ട്രോലൈറ്റിനെയാണ്. അതായത് നമുക്കറിയാം എന്തിൻ്റെ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത്? എത്ര എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നു, അതുപോലെ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ അല്ലേ. ദ ലോ ഡിസ്ക്രൈബ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിസിറ്റി പാസ് ആൻഡ് ദ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ പ്രൊഡ്യൂസ്ഡ് ബൈ ദ ഇലക്ട്രോഡ്സ്. അതിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കറക്റ്റ് ആൻസർ എന്താണ്? എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്? ഇക്വലന്റ് വെയിറ്റ് ഓഫ് ദി ഇലക്ട്രോലൈറ്റിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. എന്തിനാണ്? ഇക്വലന്റ് വെയിറ്റ് ഓഫ് ദി ഇലക്ട്രോലൈറ്റ് ആണ്. Question number 6. When the same quantity of electricity is passed through the solution of different electrolytes in series, the amount of the products obtained are proportional to their. എന്താ ചോദിച്ചിട്ടുള്ളത്? സെയിം ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി ഒരു സൊല്യൂഷനിലൂടെ പാസ് ചെയ്യുമ്പോൾ, അതായത് ഡിഫറെൻറ്റ് ഇലക്ട്രോലൈറ്റ് ഇൻ സീരീസ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ the amount of product obtained are proportional to എങ്ങനെയായിരിക്കും? ഓപ്ഷൻ എ ആറ്റോമിക് വെയിറ്റ്, ഓപ്ഷൻ ബി കെമിക്കൽ ഇക്വലൻസ്, ഓപ്ഷൻ ഡി ഗ്രാം മോളിക്യുലർ വോളിയം, ഓപ്ഷൻ ഡി ഗ്രാം ആറ്റോമിക് അയോൺ. അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഒബ്റ്റെയിൻ ചെയ്യുന്ന എന്തിന് പ്രൊപ്പോർഷണാലിറ്റി ആയിരിക്കും? അത് കെമിക്കൽ ഇക്വലൻറ്റ്. അതായത് നമ്മുടെ ഫാരഡേയുടെ സെക്കൻഡ് ലോ ആണ് ഇവിടെ പറയുന്നത്. ആ സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് നമുക്ക് അറിയുമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അതായത് when the same quantity of electricity is passing through different electrolyte അല്ലേ, സെക്കൻഡ് ലോ നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ the mass of the different ion liberated at the electrodes are എങ്ങനെയായിരിക്കും? is directly proportion to their chemical equivalence ആയിരിക്കും. എങ്ങനെയാണ്? is directly proportion to their chemical equivalent ആയിരിക്കും. അതായത് W1 by W2 equal to E1 by E2, അല്ലെങ്കിൽ എന്താണ് Z1 by Z2 equal to E1 by E2. അതൊക്കെ നമ്മൾ പഠിച്ചല്ലേ സെക്കൻഡ് ലോ. അപ്പോൾ ഇത് എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. Question number 7. ഫാരഡേ കോൺസ്റ്റന്റ്. ഫാരഡേ കോൺസ്റ്റന്റ് എന്താണ്? ഫാരഡേ കോൺസ്റ്റന്റ് എന്താണ്? ഓപ്ഷൻ എ is a numerical constant, ഓപ്ഷൻ ബി depends on equivalent, ഓപ്ഷൻ സി depends upon the current passed, ഓപ്ഷൻ ഡി depends on the number of electrons. അപ്പോൾ ഫാരഡേ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ഡിപ്പെൻഡ് upon the current pass അല്ലേ, എത്ര കറണ്ട് അതിലൂടെ പാസ് ചെയ്യുന്നു അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്ത് നമ്മുടെ ഫാരഡേയുടെ കോൺസ്റ്റന്റ്. അതായത് ഫാരഡേ കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യൂണിവേഴ്സൽ കോൺസ്റ്റന്റ് ആണ്, ഓർത്ത് വെക്കണം. ഫാരഡേസ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ യൂണിവേഴ്സൽ കോൺസ്റ്റന്റ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എമൗണ്ട് ഓഫ് ചാർജ് പാസ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ്. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? എത്ര ചാർജ് പാസ് ചെയ്യുന്നുണ്ട് ഒരു ഇലക്ട്രോലൈറ്റിലൂടെ എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. Question number 8. Faraday's laws of electrolysis will fail when? എപ്പോഴാണ് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ഫെയിൽ ആവുന്ന കണ്ടീഷൻ? ഏത് കണ്ടീഷനിലാണ്? ഓപ്ഷൻ എ ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, ഓപ്ഷൻ ബി inert electrodes are used, option C a mixture of electrolyte is used, option D in none of the case. ഏതാണ്? ഏത് കേസിലാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി കേസ് ആണ് വരുന്നത്. പക്ഷേ എന്താണെന്ന് നോക്കിയേ, ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആർ വാലിഡ് അണ്ടർ എ വെറൈറ്റി ഓഫ് കണ്ടീഷൻ ഇൻക്ലൂഡിങ് ദോസ് വേർ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. ഏതിനെയൊക്കെയാണ്? ടെമ്പറേച്ചറിനെ അത് ഡിപ്പെൻഡ് ചെയ്യും, ഇലക്ട്രോഡ് ടൈപ്പ്, ഇലക്ട്രോലൈറ്റ് കമ്പോസിഷൻ ആർ വാരിഡ്, ഇതിനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഓക്കെ, അതുപോലെ ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോലൈറ്റ് സ്റ്റേറ്റ് ദാറ്റ് എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ആൻ ഇലക്ട്രോഡ് ഇങ്ങനെയാണ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ക്വാണ്ടിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി പാസിംഗ് ത്രൂ ദ ഇലക്ട്രോലൈറ്റ് ആണെന്ന് അറിയാം. അപ്പോൾ എന്താണ്, ഇനേർട്ട് ഇലക്ട്രോഡ്സ് അവിടെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അടുത്ത നോക്കിയേ, ഇലക്ട്രോലൈസ് ഈസ് എ ടെക്നിക് ദാറ്റ് യൂസ് direct electric current to drive a chemical reaction that would not otherwise occur spontaneously. It is used commercially to separate element from the naturally occurring source like ore ആണ്. അപ്പോൾ അതും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. മിക്സ്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് ഡിപ്പെൻഡ് ചെയ്യും. ഇനേർട്ട് ഇലക്ട്രോഡ്സ് യൂസ് ചെയ്യുന്നതിനൊക്കെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. Next, question number 9. Electrochemical equivalent may be defined as the dash of the substance deposited by the passage of one coulomb of electricity. എന്താണ് ഒരു electrochemical equivalent may be defined as the എന്താണ് dash of the substance deposited by the passage of one coulomb of electricity. Option A volume, option B weight, option C density, option D velocity. ഏതാണ്? weight ആണ്. നമ്മൾ പഠിച്ചത് ഓർമ്മയില്ലേ സെക്കൻഡ് ലോയിലെ ആ എക്സ്പ്രഷൻ E1/E2 equal to W1/W2 Z1/Z2 equal to അതേ കൈസ് തന്നെയാണ് ഇവിടെയും പറയുന്നത്. അപ്പോൾ ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് മേ ബി ഡിഫൈൻഡ് as the എന്താണ് വെയിറ്റ് ഓഫ് ദ സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ബൈ ദ പാസേജ് ഓഫ് എന്താണ് വൺ കൊളൂംബ് ഓഫ് ഇലക്ട്രിസിറ്റി അല്ലേ. അപ്പോൾ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വെയിറ്റ് ആണ്. എന്താണത്? വെയിറ്റ് ആണ്. അതുകൂടാതെ എന്താണ് ഇലക്ട്രോകെമിക്കൽ ഇക്വലന്റ് ഓഫ് എൻ എലമെന്റ് ഈസ് മെഷർഡ് എന്ത് മെറ്റീരിയൽ യൂസ് ചെയ്തിട്ടാണ്? വോൾട്ട് അമീറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇലക്ട്രോകെമിക്കൽ ഇക്വലൻ്റ് മെഷർ ചെയ്യുന്നത് എന്ന് കൂടി ഓർത്ത് വെക്കണം കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഐഡിയ കിട്ടിയില്ലേ നമുക്ക് എന്താണ് ഇലക്ട്രോളിസിസ് അല്ലേ, എന്താണ് ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, എന്താണ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ് എന്നൊക്കെയുള്ള എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻസ് വരുന്നത് എന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നന്നായി ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. ഇതെന്താണ് ഒരു ബേസിക് ഐഡിയ മാത്രമാണ് അല്ലേ നമുക്ക് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്ത് നോക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ watching the video.